ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പം സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത്. അത് കാണുന്നവർക്കിപ്പം മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് അവിടെ വരുത്തേണ്ടത്, അതോ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞറിഞ്ഞാൽ മാത്രമേ എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ടും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നല്ലതാ, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ കമൻ്റായിട്ടിടാൻ മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ടിട്ടിരുന്ന ഇഞ്ചി ചിലതൊക്കെ മുളച്ചു പോയിരിക്കുന്നതാണേ. കണ്ടോ, ഏകദേശം എല്ലാത്തിനും തന്നെ മുള വന്നിട്ടുണ്ട്. അതുപോലെ ഇതങ്ങോട്ട് തീരെ അങ്ങോട്ട് ശുഷ്കിച്ച് പോയിരിക്കുകയാണ്. അപ്പം നമ്മളിത് തൈയാക്കി എടുക്കാനാണ് ഇനി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ ഇഞ്ചി നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ ടാങ്കിൻ്റെ കീഴേന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലമല്ല. മഞ്ഞൾ, ഇഞ്ചി പോലെയുള്ളവയ്ക്ക് സൂര്യപ്രകാശം കുറവുള്ളിടത്തും വളരും എന്നാണ്. അപ്പോൾ നമ്മളവിടെ നട്ടിരുന്ന ഇഞ്ചി നമുക്കൊന്ന് കണ്ടു നോക്കാവേ. ഈ ഇഞ്ചി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വാട്ടർ ടാങ്കിൻ്റെ താഴെയാണെന്ന്. അപ്പോൾ അവിടെ പ്രകാശം കുറവാണേ. അപ്പോൾ നമുക്ക് എന്നെ ചിലപ്പോൾ കാണാനായിട്ട് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് നട്ടിരിക്കുന്നത് കാണാം. നമ്മൾ ഈ പാത്രത്തിനകത്ത് നട്ടുകൊടുത്ത ഇഞ്ചിയാണേ. അന്ന് നമ്മൾ 6 ചുവട് ഇഞ്ചിയാണ് നട്ടു കൊടുത്തത്. 1, 2, 3, 4 ചുവട് കിളുത്തിട്ടുണ്ട്. 2 എണ്ണം കിളുക്കാതെ പോയി. അപ്പോൾ നമുക്ക് ആ 2 എണ്ണം കിളുക്കാതെ പോയതും കൂടെ അവിടേക്കൊന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ ഇതിപ്പം നമ്മൾ കിളുത്തിട്ട് കണ്ടോ, ഒരു 3-4 ഇലയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു വളപ്രയോഗം കൂടെ അതിന് ചെയ്യാം. അപ്പം നമ്മൾ ജൈവ രീതിയിലാണ് വളപ്രയോഗം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കണ്ടോ, അത് ഇതുപോലെ മുളച്ചു വന്നിരിക്കുവാണ്. ഇത് വീണ്ടും വീണ്ടും തൈകളൊക്കെ കിളുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഈ പുതയിട്ടിരിക്കുന്നത് പതുക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താണോ ജൈവവളം കൊടുക്കുന്നത് അത് നമുക്ക് ചെയ്യാവേ. അപ്പോൾ ഇത് ചാണകപ്പൊടിയാണേ, നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അപ്പം ഞാനത് കുറച്ച് ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിപ്പം തണ്ടേ മുട്ടിയത് കൊണ്ടും ഒന്നും കുഴപ്പമില്ല ചാണകപ്പൊടി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ട്രൈക്കോഡെർമയാണേ. ട്രൈക്കോഡെർമ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് എപ്പോഴും ചുവട് ചീയുന്ന ഒരു രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുവാണേ. നമ്മൾ പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മണ്ണ് വെട്ടിക്കോരി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ നിറയ്ക്കുന്ന മണ്ണിങ്ങനെ എടുത്തു വെക്കുന്നതാണേ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഈ ചെടിയുടെ ചുവട്ടിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇത് ചെടിയുടെ ചുവട്ടിലോട്ട് എവിടെയൊക്കെയാണോ നമ്മളിപ്പോൾ വളമിട്ടത് അവിടേക്കൊക്കെ നമുക്ക് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ എടുത്തു വെക്കുന്ന മണ്ണല്ലേ. അപ്പം ഞാൻ കുറച്ച് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുത്തു. ഈ 2 ചുവടിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ആളില്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആ സ്ഥലത്തേക്ക് ഇതിനകത്തുനിന്ന് കണ്ടോ ഈ മുള വന്നിരിക്കുന്ന 2 ഇഞ്ചി കഷ്ണം വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടോട്ട് മാറ്റിയിട്ട് അവിടെ വെച്ചിരുന്ന ഇഞ്ചി കണ്ടോ അഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ വേറെ 2 എണ്ണം വെച്ച് കൊടുക്കുവാണേ. 1 എണ്ണം മതി. ഇതും അഴുകി തുടങ്ങിയിട്ടുള്ളതാണ്. കിളുക്കുവാണെന്ന് നോക്കാം, കിളുത്തില്ലേ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ ഇച്ചിരി മണ്ണിട്ട് അങ്ങോട്ട് മൂടി. അതേപോലെ ഈ സ്ഥലത്തും ഇല്ല, ഈ സ്ഥലത്തും കൂടെ നമുക്ക് കുറച്ച് 1 ഇഞ്ചിയുടെ കഷ്ണം വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇച്ചിരി മണ്ണിട്ട് മൂടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കിളുത്ത് വരുന്നിടം വരെ ഇതിൻ്റെ ചുവട്ടിൽ നല്ല പോലെ പുതയിട്ട് കൊടുക്കണം. ഇത് നമ്മൾ മിറ്റം അടിച്ച് വാരുന്ന ഇലകളാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എത്ര കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയിട്ട് നമ്മളങ്ങ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും കിളുത്ത് വരുമ്പം വളം കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് പുതയിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഈ പുതയുടെ ഇപ്പം നമ്മൾ പുതയിട്ടിരുന്നിടത്താണല്ലോ ഇതുപോലെ കിളുത്ത് വന്നിരിക്കുന്നത്, അതേപോലെ ഇതും കിളുത്ത് വന്നോളും കേട്ടോ. നമ്മൾ സാധാരണ ശീതകാല പച്ചക്കറികൾ നടുന്നത് നല്ല തണുപ്പൊക്കെ കിട്ടുന്ന ഒരു ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിലാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ചില ആളുകളുടെയൊക്കെ ആണെങ്കിൽ തോട്ടങ്ങളിൽ 365 ദിവസവും ഇതേപോലത്തെ ശീതകാല പച്ചക്കറികളെയൊക്കെ വളർത്താറുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാനൊരു പരീക്ഷണം പോലെ ഒരു ശീതകാല പച്ചക്കറിയെ ഈ സമയത്തൊന്ന് നട്ടു നോക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് കാബേജിൻ്റെ തൈകളാണേ.
അപ്പം ഞാൻ ഓർത്തു ഇത് നമ്മൾ നേരത്തെ കൂർക്ക നട്ടിട്ട് നല്ല മണ്ണിളക്കമുള്ള മണ്ണാണേ, എന്നിട്ട് വെറുതെ കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ മണ്ണൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ശീതകാല പച്ചക്കറി ഒന്ന് നട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ദേ ഇത് കണ്ടോ ഒരു തൈയാണേ. അപ്പോൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ഈ ശീതകാല പച്ചക്കറികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരുന്നതിനനുസരിച്ച് ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണേ. അപ്പോൾ ദേ ഇത് രണ്ടാമത്തെ ഒരു തൈ, അതുപോലെ ഇത് മൂന്നാമത്തെ ഒരു തൈ, അങ്ങനെ 3 തൈയാണ്. അതിനുള്ള ഇടയേ ഉള്ളൂ ഈ പാത്രത്തിനകത്ത്. അപ്പോൾ ഇനി നമ്മൾ അവരുടെ ചുവടിങ്ങനെയൊന്ന് ഉറപ്പിച്ച് വെക്കുവാണേ. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പുത ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ ഇലകൾ നല്ല പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ മഴ അധികം പെയ്താലും ഈ വെള്ളം നേരിട്ട് മണ്ണിലോട്ട് വീണിട്ട് മണ്ണിലെ വളം അധികം ഇറങ്ങിപ്പോകാതിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ചൂട് വന്നു കഴിഞ്ഞാൽ കണ്ടമാനം ചൂടിൻ്റെ ശല്യം ചെടികൾക്ക് വരാതെ ഇരിക്കും. അതാണ് ഈ പുതയിട്ട് കൊടുക്കുന്നതിൻ്റെ. പിന്നെ കളകൾ വളരാതിരിക്കും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയാത്തത്. പിന്നെ നിങ്ങൾക്ക് വെണ്ടയോ വഴുതനയോ പാവലോ കോവലോ ഒക്കെ നടണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചില്ലി ജാസ്മിൻ എന്നടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പാവലാണെങ്കിൽ ചില്ലി ജാസ്മിൻ പാവൽ, അല്ലെങ്കിൽ കോവലാണെങ്കിൽ ചില്ലി ജാസ്മിൻ കോവൽ എന്നടിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന വിശദമായ വീഡിയോകൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുന്നത്. കൂടുതൽ അറിയണം എന്നുള്ളവർ അത് നോക്കാം. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2-3 മഴയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ കാച്ചിൽ നടുക എന്നുള്ളത്. ഇത് നമ്മളിവിടെ ഉള്ള നമ്മുടെ നീലക്കാച്ചിലാണ് കണ്ടോ. ഇതിൻ്റെ തൊലി പൊട്ടിക്കുമ്പോഴത്തെ കളർ കണ്ടോ, ഇതേപോലെയുള്ള വയലറ്റ് കാച്ചിലാണേ. അപ്പോൾ അതിൻ്റെ ഒരു മുള വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് എനിക്ക് നടാനുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു ഈ കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെത്ര ഉയരത്തിലോട്ട് കയറിപ്പോകുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന കാച്ചിലിൻ്റെ വലിപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇത് നമുക്ക് താഴെ പറമ്പിൽ കൊണ്ടുപോയി നട്ടുവയ്ക്കാം. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ കാച്ചിൽ നടാൻ വേണ്ടി ഒരു ഗ്രോ ബാഗൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് വെള്ളക്കാച്ചിലാണേ. ഇതിൻ്റെ താഴത്തെ ഭാഗം ഞാനെടുത്ത് കറിയൊക്കെ വെച്ച് പോയതാണ്. ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ മുള വന്നിട്ടുണ്ട്, പതുക്കെ വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടേക്ക് നടാം. അത് നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് ഉണങ്ങിയ ഇലകളെല്ലാം ഇട്ട്, ഇതുണ്ട് ഇതൊക്കെ ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഉണങ്ങിയ ഇലകളെല്ലാം ഇട്ട് ഇത് ഈ കാച്ചിൽ പറിച്ചപ്പോൾ അതിൻ്റെ വേരും ഇലയും ഒക്കെ ഇതിനകത്തിട്ട് ഇങ്ങനെ മണ്ണിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണേ. കണ്ടോ, ആ കരിയിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ അത് വളമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മളിന്ന് നമ്മുടെ പുതിയ കാച്ചിലിനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാച്ചിൽ നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിനകത്തേക്ക് കണ്ടോ നനവിന് വേണ്ടിയിട്ട് കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണം നമ്മൾ സൈഡിൽ കൂടെ അടുക്കി കൊടുക്കുവാണേ. ഈ മണ്ണൊക്കെ ഇതിന് താഴേക്ക് ഇരുത്തം വരും. കാരണം ഇതിൻ്റെ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന മുഴുവനും ഉണങ്ങിയ ഇലകളാണേ. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് തൊണ്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം മണ്ണ് നമ്മൾ തൂമ്പ വെച്ച് കിളച്ചിളക്കിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചധികം തൊണ്ടിനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കാച്ചിൽ നടുന്നിടത്ത്. അപ്പം ഞാൻ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണങ്ങിയ ഇലകളാണ് ഇടുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തിട്ട് ഈ ഉണങ്ങിയ ഇലയുടെ മുകളിലോട്ടാണ് നമ്മളുടെ കാച്ചിൽ. ഈ കാച്ചിലിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുവാണേ. ഇതുപോലെ നമ്മൾ കാച്ചിലിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചാണകപ്പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടു. ഈ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് ഉണങ്ങിയ ഇലയും കൂടി ഇട്ടിട്ട് മണ്ണിട്ടാലും മതി, അല്ലെങ്കിൽ നേരിട്ട് മണ്ണിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഉണങ്ങിയ ഇലയാണ് ഇടുന്നതെങ്കിൽ ഉണങ്ങിയ ഇലയുടെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ ഗ്രോ ബാഗ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പേടിക്കാനില്ല. കുറച്ച് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിന് അതിന് നല്ല പോലെ ഇരുത്തം വരും. അപ്പോൾ ദേ ഇതിനകത്ത് കുറച്ച് മണ്ണാണേ. അപ്പോൾ ആ മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഇനി കിളുത്ത് കയറി വന്നതിന് ശേഷമാണ് നമുക്ക് വളം ചെയ്യേണ്ടത്. മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ നടുന്ന സമയത്ത് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ കിളുത്ത് പെട്ടെന്ന് മുകളിലേക്ക് കയറി വരാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളവെടുപ്പ് നടത്താം. അപ്പം വിളവെടുക്കാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാവേ. നമ്മുടെ വിത്തുകളൊക്കെ ഇനിയും കുറേ കൊടുക്കാനൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ എന്തൊക്കെയാണോ ആവശ്യം, വഴുതനയും വെണ്ടയും തക്കാളിയും കൊത്തമരയും മല്ലിയും അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ഇപ്പം ഞാൻ 2-3 എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കൊത്തമരയാണേ.
അപ്പോൾ ഇതിൽ നിന്നുള്ള വിത്തുകൾ പാകി മുളപ്പിച്ച തൈകൾ ഇവിടെ കായ്ച്ചു നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. പിന്നെ പച്ച കാന്താരിയാണ്. ഇതുപോലെ മഴയൊക്കെ ഉള്ള സമയത്താണ് കാന്താരിയുടെ വിത്തുകൾ പാകി മുളപ്പിക്കാൻ ഭയങ്കര നല്ലത്. നമ്മുടെ നീളൻ പച്ചമുളകിന് വരുന്നത് പോലത്തെ കുരുടിപ്പ് രോഗങ്ങളൊന്നും കാര്യമായി വരാത്ത ഒന്നാണ് പച്ചമുളക്. ഒത്തിരി അധികം ഔഷധ ഗുണങ്ങളും കൂടെ ഉള്ളതാണ് ഈ പച്ച കാന്താരി എന്ന് പറഞ്ഞാൽ. പല വെറൈറ്റി കാന്താരികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് പൊട്ടുവെള്ളരിയാണേ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി എന്തൊക്കെ വിത്തുകൾ വേണം. അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ വെറൈറ്റി വിത്തുകൾ മേടിക്കാനുള്ളവരാണെങ്കിൽ ഇവിടെ എന്തൊക്കെ വിത്തുകൾ ഉണ്ട് എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മുഴുവൻ വിത്തുകളുടെയും ലിസ്റ്റ് ഇട്ട് തരും. നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ ദേ പാലക്ക് ചീരയാണേ. ഈ പാലക്ക് ചീര ഇപ്പോൾ ഇവിടെ നമുക്ക് കിളുത്ത് നിൽപ്പുണ്ട്, മാറ്റി നടാനായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ നീളൻ പച്ചമുളകാണേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള തക്കാളിയാണേ. തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുത്തക്കാളിയാണ് കേട്ടോ. നല്ല ഉരുണ്ട ചുവന്ന കൊലയായിട്ടുണ്ടാകുന്ന ചെറുത്തക്കാളിയാണ്. ഇതുപോലെ എല്ലാ ഇനം പച്ചക്കറി വിത്തുകളുമുണ്ട്. നമ്മൾ ഈ കാണിച്ചത് മാത്രമല്ല, ഇതാ നമ്മളിവിടെ ഞാനിപ്പോൾ കാണിച്ചില്ലേ കൊത്തമരയുടെ വിത്തുകളെന്ന്. ആ വിത്തുകൾ പാകി മുളപ്പിച്ചുണ്ടായിരിക്കുന്ന തൈകളാണേ. അമരപ്പയറുണ്ടായിരിക്കുന്ന കണ്ടോ, കൊലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിളവെടുക്കാം. ഇപ്പം നമ്മളൊക്കെ വിളവെടുക്കാൻ പാകത്തിനാണ്. അപ്പോൾ ഇത് വിളവെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അത്യാവശ്യം ഒരു കറിക്കുള്ള പയർ ഇപ്പോൾ ഇതേന്ന് വിളവെടുക്കാനുണ്ട് കേട്ടോ. ഇത്രയും പയർ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു കോളിഫ്ലവറാണേ. ഒന്ന് ഒടിച്ചെടുക്കാം. നമ്മുടെ ഒരു സീതപ്പഴമാണേ. ഞാൻ വേറൊരിനം നല്ല പഴുത്ത് കിടക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് വേറൊരിനം സീതപ്പഴമാണ്. ഇത് ഇതുപോലെ വയലറ്റ് കളറിലുണ്ടാകും. ഇപ്രാവശ്യം ഇഷ്ടംപോലെ പൂക്കളുണ്ടായിട്ടുണ്ട്, ചെറിയ കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടില്ല, അവിടെ കിടന്ന് വലുതാകട്ടെ. പക്ഷേ ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സീതപ്പഴമാണ്. ഇത് പക്ഷേ അതല്ല. ഇത് നമ്മുടെ ഡൽഹാരി ചാമ്പയാണേ. നിങ്ങളെ ഞാൻ പല പ്രാവശ്യം ഇത് തിന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. നല്ല മധുരമുള്ളതാണ് കേട്ടോ. അയ്യോ, ഒരു ചെറുതും കൂടി ഇങ്ങോട്ട് പോകുന്നു. ഇതുപോലെ ആകുന്നതാണ് പാകമായത്. പക്ഷേ ഇപ്രാവശ്യം വലിപ്പം കുറവാണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ തിന്നാം. നല്ല കണ്ടോ, അധികം ചുമപ്പല്ല ഇതിന്. നല്ലോണം പാകമായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വാവൽ കൊണ്ടുപോകും. ഈ ഒരു കണ്ടോ, ഒരു കൊലയായിട്ട് തന്നെ കണ്ടോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്രയും പാകമായിട്ടില്ല. കുറച്ചും കൂടെ വലുതായതിന് ശേഷം നമുക്ക് പറിച്ചാൽ മതി. ഇത് വലിപ്പക്കുറവാണേലും എനിക്ക് തോന്നുന്ന വിളഞ്ഞതാണേ. നല്ല മധുരം വെച്ചിട്ടുണ്ട്. ഇത് വേറൊരെണ്ണം ചാമ്പയാണ്. അപ്പോൾ നമ്മളിന്ന് വിളവെടുത്തത് ഒരു പടവലങ്ങ കിട്ടി, കുറേ പാവയ്ക്കുണ്ട്, ഇതിനടിയിലോട്ടൊക്കെ ഉണ്ട്, കുറേ പാവയ്ക്കുണ്ട്, കുറേ പയറുകളുണ്ട്, അതുപോലെ നല്ലൊരു കോളിഫ്ലവർ ഉണ്ട്. കുറച്ച് മാത്രം ഞാൻ പച്ച വഴുതനങ്ങ ഒരു 3 എണ്ണം പറിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ പാവയ്ക്കയാണ്. പിന്നെ കുറച്ച് കോവയ്ക്കുണ്ട് കേട്ടോ. ചെറിയ കോവയ്ക്കാണ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്, ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക പറിച്ചു. അത് നിങ്ങളെ കാണിക്കാൻ വേറൊരു സാധനമുണ്ട്. നിത്യവഴുതനങ്ങയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ട്, നീളം വെക്കുന്നതാണ്. ഇതിൻ്റെ പാകമൊന്നും ആയതല്ല. ഇതുപോലെ നീളം വെക്കുന്ന ഇനം നിത്യവഴുതനയാണ് നമുക്കിവിടെ ഉള്ളത്. ഇതിൻ്റെ വിത്തുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടേക്കണേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തത്. കുറച്ച് കൊത്തമരയും കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പയറുണ്ട്, പിന്നെ ഇതേപോലെയുള്ള ബ്രോഡ് ബീൻസ് അല്ലെങ്കിൽ കുറ്റിയമര എന്ന് പറയും, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ് നമുക്കിന്ന് വിളവെടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ചാമ്പയ്ക്കയും പിന്നെ ഒരു 2 ചെറുനാരങ്ങ ഞാൻ പറിച്ചിട്ടുണ്ട്, ഒരു സീതപ്പഴമുണ്ട്. ഇത്രയാണ് ഇന്ന് നമ്മൾ വിളവെടുത്തത്. ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ, ഇതുപയോഗിച്ച് നമുക്കിന്ന് ചില്ലി ഗോബി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇപ്പം കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൗസിന് തുണി വാങ്ങിക്കാൻ പോയേ. എനിക്ക് ഞായറാഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ബ്ലൗസിന് തുണി വാങ്ങിക്കാൻ ഒരു 2-3 സാരിയാണ് ഞാൻ എടുക്കാൻ കൊണ്ടുപോയിരിക്കുന്നത്. ഒന്ന് ഇതാണേ, അവരെനിക്ക് സൺലൈറ്റിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കളർ മാച്ചിങ് ആണോ എന്ന് കാണിക്കും. കണ്ടോ, നല്ലല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉടുക്കാനുള്ള സാരി എടുത്ത് നോക്കുവാണ്. ഇതൊരു ഗ്രേ കളറിലുള്ള സാരിയാണ്, കുറച്ച് പഴയ സാരിയാണ്. അതിന് മെറൂണാണ് അവർക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല മുന്താണി വർക്കൊക്കെ ഉള്ളൊരു സാരിയാണ്. ഒന്നുകിൽ നമുക്ക് ഇതാണ് ഉടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ മേശപ്പുറത്തിരിക്കുന്നത് കണ്ടോ, അതാണ്. ഏതെങ്കിലും ഒന്ന് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്നാണോ തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അപ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത സാരി എന്ന് പറയുന്നത് ഒരു ആഷും ചെറിയ ലൈറ്റ് ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു സാരിയാണ്. പക്ഷേ അതിന് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഡാർക്ക് മെറൂണാണ്. അതുകൊണ്ടാണ് അവരെനിക്ക് ഡാർക്ക് മെറൂൺ കളറിലുള്ള ബ്ലൗസിനെ അവർ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക്
നോക്കുമ്പോൾ എന്ത് കണ്ടോ, നല്ല ഈ ഡാർക്ക് മെറൂൺ സ്പോട്ടാണ്. അതുപോലെ തന്നെ മുന്താണി തന്നിരിക്കുന്നതും നല്ല ഡാർക്ക് മെറൂൺ ആയിട്ടാണ്, കണ്ടോണം. അതും ഒരു ചെറിയ ജെറി വർക്കൊക്കെ മുന്താണി പോയിരിക്കുന്ന നല്ലൊരു ഗ്ലേസിങ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ്. കണ്ടോ, ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ അഭിപ്രായം പറയണേ. എന്നിട്ട് ഞാനിനി ഈ ഒരു സാരിക്കും കൂടെ ബ്ലൗസ് എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പഴയ സാരിയാണ്. എൻ്റെ മുന്താണിയൊക്കെ നല്ല കിടുക്കാച്ചി മുന്താണിയാണ് കേട്ടോ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു പ്രിൻറ്റഡ് ബ്ലൗസാണേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിൻറ്റഡ് ബ്ലൗസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല. നിങ്ങൾ നോക്കിക്കേ ഇതിന് ചേരുവോന്ന്. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ബ്ലൗസിൻ്റെ തുണി വെട്ടാനായിട്ട് വിരിച്ചിട്ടു. ഞാൻ എൻ്റെ ബ്ലൗസ് തന്നെത്താനെയാണ് തയ്ച്ചെടുക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനിതിൻ്റെ അളവും കാര്യങ്ങളൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. കാരണം വീഡിയോയുടെ നീളം കൂടിപ്പോകുന്നത് കൊണ്ടാണ്. ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതെല്ലാം വെട്ടിക്കൂട്ടി തയ്ച്ചെനിക്ക് ഞായറാഴ്ച ഇട്ടുകൊണ്ട് പോകണം. നമ്മൾ മേളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഈ കോളിഫ്ലവർ നമുക്ക് കറി വെച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോളിഫ്ലവറിനെ ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിനകത്തിട്ട് ഒന്ന് ചൂടാക്കുവേ. ഇച്ചിരി ഉപ്പും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കോളിഫ്ലവറിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസാക്കാൻ പോവാണേ. ആദ്യം നമുക്കിതിനെ ഇങ്ങനെ മുറിച്ചിടാം. അപ്പോൾ നമ്മളിത് കോളിഫ്ലവർ ഇത്രയും ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ഈ വെള്ളം ചൂടായതിനകത്തോട്ട് കുറച്ച് നേരം ഇടുവാണ്. കാരണം വല്ല പുഴുവോ അങ്ങനെ കീടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടപ്പം നമുക്ക് കാണാൻ മേലായിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാരി വെക്കാം കേട്ടോ. ഇനി നമ്മളിത് അരിപ്പേ കൂടെ ഇതിനോട്ട് കോരി വെക്കുവാണേ. നമുക്ക് ഈ അടുപ്പയിലോട്ടുണ്ടല്ലോ ദോശക്കല്ല് വെക്കണം, ചപ്പാത്തി ഉണ്ടാവും. അപ്പോൾ ഈ ദോശക്കല്ല് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാം. 2 ഗ്ലാസ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഗോതമ്പ്. ഉപ്പുപൊടിയും ഇട്ടതാണേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി ഇടാം. ഇത്ര എണ്ണമുണ്ട്. നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇവിടെ വെക്കും. ആദ്യം ഇതെല്ലാം കൂടെ ഞാൻ പരത്തിയിടുവേ. ഇങ്ങനെ ഇത് മുഴുവനും ഞാൻ പരത്തിയിട്ട് കാണിക്കാവേ. മുഴുവനും കണ്ടോ നമ്മൾ പരത്തിയിട്ടിട്ടുണ്ടേ. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതുപോലെ ഒരെണ്ണം ഇട്ടു, ഇച്ചിരി ചൂട് കൂട്ടി കൊടുക്കുവാണേ. ഇതുപോലെ നമ്മൾ കുറച്ച് നേരം ഈ കല്ലേലിട്ടിങ്ങനെ നല്ലോണം ചൂടാക്കണം. ഇനി എൻ്റെ ഇതിലോട്ട് വെക്കുക ചെയ്യുന്നത് കണ്ടോ. അപ്പത്തേന് ഇത് ചൂടാവട്ടെ. എന്നിട്ട് നമ്മളിതുപോലെ ഓടിച്ചെടുക്കും. അപ്പോൾ കുറച്ചൊക്കെ പൊങ്ങി വരും. അങ്ങനെ നമുക്കിതുപോലെ മുഴുവനും ചുട്ടെടുത്തിട്ട് കാണിക്കാവേ. അവസാനത്തെ ചപ്പാത്തിയാണേ. നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഉപ്പ് പൊടിയും ഇച്ചിരി മുളക് പൊടിയും മാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് ഇത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. നമുക്കിത് ഈ മൈദ മാവിനകത്ത് ഇത് പുരട്ടി വെച്ചിരിക്കുന്ന ഇത് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ല ചുവന്ന് തുടങ്ങുമ്പം ഇതിനെ കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം.
അപ്പോൾ ഇനി അടുത്തതിടാം. അവസാനത്തെ നമുക്കിതുപോലെ എടുക്കാവേ. തീർന്നു. ഇനി നമുക്കിതിനകത്തോട്ട് നമുക്കിത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. ഇതിനകത്തോട്ട് നമ്മളിത് പച്ചമുളക്, സോയാ സോസാണേ, ഞാൻ സോസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസാണേ. നമുക്കിത് ഇതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതിനകത്തിട്ടിട്ട് കസൂരി മേത്തി ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ പക്ഷേ ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇതിനകത്ത് ഇളക്കി ചേർത്തിട്ട് കണ്ടോ, നല്ല കളറൊക്കെ വന്നുണ്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർക്കണം കേട്ടോ. കാരണം നമ്മൾ ഉപ്പ് പിന്നെ ഒരു കാര്യമാണ്, നമ്മുടെ സോസിനകത്തൊക്കെ ഉപ്പുള്ള കാരണം നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ. ഇനി ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് ഈ പരുവത്തിൽ തന്നെ എടുത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ മാവ് മുക്കി വറക്കാനായിട്ടെടുത്ത ഇതില്ലേ, ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വേണ്ടത്ര ആയിക്കഴിയുമ്പോൾ ഇപ്പം എൻ്റെ ആവശ്യത്തിന് വരും. മാവ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് കുറുകും. അപ്പം നമുക്കത് നിർത്തി വെക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം, അല്ലെ കണ്ടമാനം കുറുക്കാവുകയെ. അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് ചേർക്കട്ടെ. കുരുമുളകിൻ്റെ പൊടിയാണേ. ഇത്രയുള്ളൂ പരിപാടി. ഇതിന് നമ്മൾ കഴിക്കാൻ കൊടുത്തിരിക്കുവാണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഒരു സാധനം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. കഴിച്ചു നോക്കിട്ട് പറ. കുറച്ച് ചപ്പാത്തിയും കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഈ പ്രാവശ്യം ഇട്ടിട്ടില്ല. ആണോ? ഭയങ്കര ഫ്ലേവർ ആയിട്ടില്ല, മൈൽഡ് ഫ്ലേവർ. അപ്പം നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നും. നല്ല രസമുണ്ട് കഴിക്കാൻ. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണേ.